ഈവനിങ് സമയത്തൊക്കെ എനിക്ക് വിശക്കുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കഴിക്കാറുള്ളൊരു സ്നാക്കാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഇത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാൻ പറ്റും. ഇതിൻ്റെ പേരാണ് അമൃതം പൊടി. നമുക്ക് ഈ അംഗനവാടിയിൽ നിന്നൊക്കെ കുട്ടികൾക്ക് കിട്ടില്ലേ, ആ സംഭവമാണിത്. ഇത് ഓൾറെഡി ഞാൻ പൊട്ടിച്ചെടുത്തതാണ്, പക്ഷേ ഞാൻ പൊട്ടിച്ചപ്പോൾ തല കീഴായിപ്പോയി. അതാണ് ഇങ്ങനെ കാണിക്കാൻ പറ്റാത്തത് കേട്ടോ. ഇത് 6 മാസം മുതൽ 3 വയസ്സ് വരെ പ്രായമായ കുട്ടികൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ അങ്ങനെയൊന്നുമില്ല, നമുക്കൊക്കെ കഴിക്കാം. എനിക്ക് വിശക്കുന്ന സമയത്തൊക്കെ ഞാൻ ഉണ്ടാക്കി കഴിക്കുന്നൊരു ഇത് വെച്ച് ഉണ്ടാക്കുന്നൊരു സംഭവമാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അതിന് കുറച്ച് അപാകതകളും എന്താ പറയുക, കുറച്ച് മിസ്റ്റേക്സുകളൊക്കെ ഉണ്ടാവും കേട്ടോ. നമുക്കൊന്ന് നോക്കാം. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട്, ചീനച്ചട്ടി വേണമെന്നില്ല കേട്ടോ, നിങ്ങളുടെ വീട്ടിലുള്ള ഏത് പാത്രമായാലും മതി. ഇതൊന്നും ആരും ഉണ്ടാക്കി നോക്കണമെന്ന് ഞാൻ പറയില്ല കേട്ടോ. ഇതിന് ചിലപ്പോൾ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടാവും. ഇപ്പോൾ പ്രൊഫഷണലായിട്ട് ഉണ്ടാക്കുന്ന ആൾക്കാരൊക്കെ ഇല്ലേ, അവരൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ അവർ വിചാരിക്കുന്നത് എന്ത് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. ഇത് എനിക്ക് വിശക്കുമ്പോൾ തിന്നാനായിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പം അതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറേ മിസ്റ്റേക്സ് ഉണ്ട്. നമുക്ക് പാത്രം ചൂടാക്കി കഴിയുമ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് നമ്മുടെ ഈ അമൃതം പൊടി ഇതിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം. പിന്നെ വെള്ളമൊക്കെ ഒന്ന് വറ്റട്ടെ കേട്ടോ. അവിടെ പാത്രം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ കുറച്ച് ശർക്കര എടുത്തിട്ട് പാനിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിലൊരു 3 ഏലക്ക ഇട്ടുണ്ടായിരുന്നു, പക്ഷെ അതെല്ലാം കാണുന്നില്ല, താഴത്തേക്ക് മുങ്ങിപ്പോയെന്ന് തോന്നുന്നു. ഒരു 3 ഏലക്കയും കൂടി ഇട്ടിട്ട് വേണം ഇത് തിളപ്പിക്കാനായിട്ട്. അപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഓഫ് ചെയ്തിടാം. ഇതവിടെ ചൂടാറട്ടെ. പാത്രം ചൂടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് അമൃതം പൊടി പൊട്ടിച്ചിടാം. പൊട്ടിച്ചടിച്ചിട്ടുണ്ട്, അതങ്ങോട്ടേക്ക് ഇടാം. ഇനി ഇതിനിങ്ങനെ ചൂടാക്കിക്കൊണ്ടേയിരിക്കാം. ചൂടായിക്കോളും, ഇടയ്ക്കൊന്ന് ഇളക്കി ഇട്ടുകൊണ്ടേയിരിക്കാം കേട്ടോ. കാരണം അല്ലെങ്കിൽ ഇത് അടി പിടിച്ച് കരിഞ്ഞു പോവും. ഇതിനൊരു പ്രത്യേകത വെച്ചാൽ ഈ അമൃതം പൊടി ചൂടാക്കുമ്പോഴേ ഒരു പ്രത്യേക മണം വരും. ഇതിലെന്തൊക്കെയോ ധാന്യങ്ങളുണ്ടെന്നാണ് പറയുന്നത്. എനിക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നൊന്നും ചോദിച്ചാൽ എനിക്കറിയില്ല പറയാനായിട്ട്. പക്ഷെ നല്ലൊരു സ്മെല്ലാണ്. ഇതിങ്ങനെ ഒന്ന് കരിഞ്ഞു തുടങ്ങി കേട്ടോ. തീ എപ്പോഴൊന്ന് കുറച്ച് വെച്ചേക്കെ, തീ കുറയ്ക്കാനായിട്ട് വിട്ടുപോയി. ഇതൊരു ബ്രൗൺ കളറൊന്നും ആവരുത് കേട്ടോ. ഇതിലൊരു സ്മെല്ല് വരും. ഞാൻ അങ്ങനെയാണ് അതിൻ്റെ പാകം നോക്കിയെടുക്കുന്നത്. എനിക്ക് അതിൻ്റെ പാകമൊന്നും നോക്കാൻ അറിയില്ല. പക്ഷെ നമ്മളിങ്ങനെ അടി പിടിക്കാണ്ട് കരിയാതെ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ അമൃതം പൊടി ചൂടായി വരുന്നതനുസരിച്ച് ഇതിലേക്കൊരു നല്ലൊരു സ്മെല്ല് ഇതിൽ നിന്ന് വരും. ആ സ്മെല്ല് കിട്ടുമ്പോൾ ഞാൻ ഓൾമോസ്റ്റ് ഇതായി ഇത് ഉറപ്പിക്കും. അടിഭാഗത്ത് ഇങ്ങനെ ഇതാക്കരുത് കേട്ടോ. ഒന്ന് തീ കുറച്ച് വെച്ച് ഞാൻ ഒന്നുകൂടി ഒന്ന് കുറച്ച് വെക്കട്ടെ, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക നല്ലോണം. ഇങ്ങനെ മൂത്ത് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സ്മെല്ല് വന്നതിന് ശേഷം ബാക്കി കാണിക്കാവേ. ഇപ്പോൾ ഇതൊരു നല്ലൊരു സ്മെല്ല് വന്നു തുടങ്ങിയപ്പോൾ ഞാൻ ഇത്തിരി നെയ്യ് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. കുറച്ച് നെയ്യ് ഓപ്ഷണലാണ്, നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. നല്ല സ്മെല്ല്. ഇപ്പം നല്ല എന്താണ് പറയുന്നത്, ഇതിന് ഈ ഒരു നല്ലൊരു ഫ്ലേവറായിട്ടുള്ളൊരു എന്താ പറയുക, നല്ലൊരു മണം കേട്ടോ. പക്ഷേ എനിക്കത് ഡിസ്ക്രൈബ് ചെയ്യാൻ അറിയില്ല. മണം എങ്ങനെ പറഞ്ഞിരുന്നു എനിക്കറിയില്ല. എന്തിൻ്റെ മണമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ ഇതിൽ ഇൻഗ്രീഡിയൻസ് ഞാനിപ്പോൾ നോക്കി കേട്ടോ. അതിൽ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ഇതുണ്ടോ, ഇതിൽ ഗോതമ്പ്, കടലപ്പരിപ്പ്, നിലക്കടല, സോയ, പഞ്ചസാര എന്തെന്നാണ് പറയുന്നത്. പിന്നെ ഒരുപാട് കാൽസ്യം, അയൺ, സിങ്ക്, കുട്ടികൾക്ക് വേണ്ട കുറേ കാര്യങ്ങൾ ഈ സംഭവത്തിലുണ്ട് എന്നാണ് ഇതിൽ കാണിക്കുന്നത്. ചിലപ്പോൾ ഈ ഗോതമ്പിൻ്റെയും നിലക്കടലയുടെയും കടലപ്പരിപ്പിൻ്റെ ഒക്കെ കൂടി ചേർന്നൊരു സ്മെല്ലായിരിക്കും. നല്ലൊരു സ്മെല്ലായിരുന്നു കേട്ടോ. ആ നെയ്യും കൂടി ഇപ്പം ഞാൻ ചേർത്തപ്പോഴേ ആ നെയ്യിൻ്റെ ഒരു നല്ലൊരു മണോടി കിട്ടി. ഇതിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ യൂട്യൂബിൽ പലരും ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇതിൽ അരി സാധാരണ അരി വറുത്തിട്ട് അത് പൊടിച്ച് ചേർക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പക്ഷെ അങ്ങനെയൊന്നും ചെയ്യാറില്ല കേട്ടോ. അതെനിക്ക് മടിയായതുകൊണ്ട്. അത് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ കുറച്ച് ടേസ്റ്റ് വ്യത്യാസം വരുമായിരിക്കും. പക്ഷേ ഇങ്ങനെ ചെയ്ത് കഴിക്കുമ്പോൾ തന്നെ ഇതിന് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇതിൽ നമ്മൾ അരി വറുത്ത് ഇടണമെന്നില്ല. അതൊക്കെ നമുക്ക് എക്സ്ട്രാ പണിയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പം നമുക്ക് കഴിക്കാനാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി. ഇപ്പോൾ വേറെ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കാനാണെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്കിതിൽ അരി പൊടിച്ചൊക്കെ ചേർക്കാം. ഒന്നും കൂടി ഒന്ന് സെറ്റാവട്ടെ കേട്ടോ.
ഇതിപ്പോൾ നല്ല സ്മെല്ല് വന്ന് തുടങ്ങിയിട്ടല്ല, നല്ല സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ തിളപ്പിച്ച് വെച്ചിരുന്ന ശർക്കര പാനിയില്ലേ, ഇതിനെ അരിച്ച് കഴിഞ്ഞപ്പോൾ ഇതിൽ മുങ്ങിക്കിടുന്ന ഏലക്കനെ കിട്ടിയിട്ടോ. അപ്പോൾ നമുക്ക് ഏലക്കയുടെ ആവശ്യമില്ല, അതിൻ്റെ ഫ്ലേവർ ഇതിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. നമുക്കിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിച്ചിട്ട് നല്ല രീതിയിലാണ് മിക്സ് ചെയ്തെടുക്കാം. ഈ അമൃതം പൊടിക്കൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ, ഒരുപാട് വെള്ളം കുടിക്കും. ഞാനിപ്പോൾ ഒരു 1.5 ഗ്ലാസ് ശർക്കര പാനി, 1.5 ഗ്ലാസ് അല്ല കേട്ടോ, ആ വലിയൊരു ഗ്ലാസ്സിൽ നിറച്ചെടുത്തെങ്കിലും അത് മൊത്തം ഇത് കുടിച്ചത് കണ്ടോ. ഇത് ഡ്രൈ ആയിട്ട് തന്നെ ഉണ്ടോ, ഇത് അങ്ങനത്തെ ഒരു പ്രത്യേകത ഉണ്ട്. എത്ര വെള്ളം കൊടുത്താലും ഇതുകൊണ്ട് കുടിക്കും. ഇത് എവിടെ പോകുന്ന അറിയില്ല വെള്ളം. ഇനിയും നമ്മളിപ്പോൾ അത്രയും തന്നെ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ പച്ചവെള്ളം ഒഴിക്കുന്ന വിചാരിക്കും, അത്രയും തന്നെ പച്ചവെള്ളം ഒഴിച്ചാലും ഈ അമൃതം പൊടി ഇത് കുടിക്കും. അങ്ങനത്തെ ഒരു പ്രത്യേകത തന്നെ ഉണ്ട്. ഞാൻ ഇതിനൊന്ന് ഇളക്കി കൂട്ടിയിട്ട് കാണിച്ചു തരാവേ. ഇപ്പോൾ ഇത് കറക്റ്റ് ഒരു പാകത്ത് കിട്ടിയിട്ടുണ്ട്. ഇനിയാണ് നമുക്കിതിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് നമുക്ക് പോകണ്ടേ. എൻ്റെ കൈ നനഞ്ഞായതുകൊണ്ടാണ്. ഇനി നമുക്കിതിനിങ്ങനെ കയ്യിൽ കുറച്ച് നെയ്യ് വരട്ടിയിട്ട് നമുക്കിതിനിങ്ങനെ ഉരുട്ടിയിട്ടെടുക്കണം. അപ്പം ഞാൻ ഉരുട്ടിയിട്ട് കാണിച്ചു തരാവേ. നമ്മുടെ ഒരു ആവശ്യത്തിനുള്ള, നമുക്ക് കഴിക്കാൻ വേണ്ട ആവശ്യത്തിനല്ലേ, ആ ആവശ്യത്തിലേക്ക് ഇതിങ്ങനെ ഉരുട്ടിയെടുക്കാം. ഇതിലേക്കുണ്ടല്ലോ കപ്പലണ്ടിയൊക്കെ ഇല്ലേ, കപ്പലണ്ടി ക്രഷ് ചെയ്തിട്ടൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് കേട്ടോ. അതൊക്കെ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ആർക്കെങ്കിലൊക്കെ കൊടുക്കണമെങ്കിൽ മാത്രം അങ്ങനെ ചെയ്താൽ മതി. ഇപ്പോൾ നമുക്ക് തിന്നാനാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. ഇപ്പം ചൂടോട് തന്നെ പിടിക്കണം കേട്ടോ. ചൂട് ആറിക്കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഈ അമൃതം പൊടി ഒരുപാട് വെള്ളം കുടിച്ചുകൊണ്ട് കട്ടയായി പോകും. അപ്പം കട്ടയാവാത്ത രീതിയിൽ ഇതിനെ നമുക്കിങ്ങനെ ഉണ്ടയാക്കിയിട്ട് വയ്ക്കാം. അങ്ങനെ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതിന് നമുക്ക് അമൃതം പൊടി ഉണ്ടാന്നോ അമൃതം പൊടി ലഡുവോ എന്ത് വേണേലും നമുക്ക് വിളിക്കാം. സത്യം പറയാം, നല്ല ടേസ്റ്റായിട്ട് കഴിക്കാനായിട്ട്. നിങ്ങളൊന്ന് അമൃതം പൊടി ഉള്ള ആൾക്കാർ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചിലപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കുന്ന സംഭവം തന്നെയായിരിക്കും, പക്ഷെ ഞാൻ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നൊരു സംഗതി ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അമൃതം പൊടി കിട്ടുമ്പോൾ ഉണ്ടാക്കുന്ന ഒരു വിഭവമാണിത്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചതന്നേ ഉള്ളൂ. കഴിഞ്ഞ തവണ ഞാൻ ഉണ്ടാക്കിയിട്ട്, ഇതിപ്പോൾ ശർക്കരയും ഏലക്കായൊക്കെ വീട്ടിലുണ്ടായിരുന്നതുകൊണ്ട് ഞാനത് ഉണ്ടാക്കിയത്. ഇതല്ലെങ്കിൽ എനിക്ക് ഉണ്ടാക്കാം. നമുക്ക് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയത് ഈ അമൃതം പൊടി നേരത്തെ കാണിച്ച പോലെ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു 4 ടീസ്പൂൺ പഞ്ചസാര ഇട്ടു. എന്നിട്ട് അതിലേക്ക് നോർമൽ വെള്ളമില്ലേ, പച്ചവെള്ളം, ആ പച്ചവെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ ഇതിനെ ഈ പരുവത്തിലാക്കി ഉരുട്ടിയെടുത്തു. അതും നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ നമ്മുടെ ശർക്കര ഇല്ലല്ലോ, ഏലക്ക ഇല്ലല്ലോ, അതുകൊണ്ട് ഇനി അത് മേടിച്ചിട്ട് ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞിരുന്ന ഒരാൾ നടക്കാൻ പോകുള്ളൂ. അപ്പോൾ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് എപ്പോഴും നമ്മൾ ഇതേപോലെ പരീക്ഷണം നടത്താം. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് പറയുന്നത്, ഇപ്പോൾ ഞാൻ എന്തുണ്ടാക്കിയാലും ആദ്യം പരീക്ഷിക്കുന്ന ഒരാളുണ്ട്, നമുക്ക് അയാൾക്കൊന്ന് കൊടുത്തു നോക്കാം. ഇവിടെ ഉണ്ടാ, ഇതെങ്ങനെ ഉണ്ടടി, നല്ലതാണോ, നല്ലതാണോ? അവൾക്ക് ഇഷ്ടപ്പെട്ട. ഇപ്പോൾ രാത്രി സമയമായതുകൊണ്ടേ ഇതിൻ്റെ ഭംഗി കിട്ടില്ല. അപ്പോൾ ഞാൻ നേരം വെളുക്കുമ്പോൾ വെട്ടത്ത് വെച്ചിട്ട് ഇതിൻ്റെ ഒരു വീഡിയോ കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ ഇതിപ്പോൾ ഒന്ന് സെറ്റ് ആവട്ടെ. നെയ്യൊക്കെ പെരട്ടി വെച്ചേക്കുന്നത് നമ്മളല്ല ഞാൻ നെയ്യൊക്കെ പെരട്ടി വെച്ചേക്കുന്നത്. അപ്പം നെയ്യൊക്കെ ഒന്ന് ഇതിലേക്ക് മിക്സായി കുറച്ചുകൂടി ഒന്ന് ഹാർഡാവും. ഇപ്പോൾ ഒന്ന് തൊട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഞളങ്ങി പോകുന്ന ഒരു പരുവത്തിൽ നിൽക്കുക. അപ്പോൾ ഇത്രയും വലിയ ഞളക്കം വേണ്ട, നമുക്ക് കുറച്ചും കൂടി ഒന്ന് ഹാർഡാവാം. അപ്പോൾ അതൊന്ന് സെറ്റ് ആവട്ടെ. അപ്പോൾ നാളെ രാവിലെ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ അമൃതം പൊടി ലഡുവില്ലേ, അതിന് ഞാൻ കുറച്ച് തേങ്ങയൊക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് അപ്പോൾ ഫൈനൽ റിസൾട്ട്. പിന്നെ ഇതിലൊരു കാര്യം ഞാൻ ഇന്നലെ ചേർക്കാൻ വിട്ടുപോയി. ഇതിൽ തേങ്ങ നമ്മൾ അമൃതം പൊടി വറക്കുന്ന സമയത്ത് കുറച്ച് തേങ്ങ കൂടി ഇട്ടിട്ട് വറക്കുവാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഞാൻ ഇന്നലെ പറഞ്ഞാൽ അതൊക്കെ ഓപ്ഷണലാണ്, എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടേ ഇവിടെ കാണിക്കണോണ്ട് ഇനി ഇത് സേറൊക്കെ കൊടുക്കാതെ സേറ സമ്മതിക്കില്ല. സേറ ചോദിച്ചു തുടങ്ങി തരാട്ടാ. അപ്പം ഇത് സമയം പോയി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അല്ലേ, ബൈ.